Hi everyone, welcome back. ഇന്ന് നമുക്ക് കുഞ്ഞൊരു കെട്ടുടുപ്പ് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കെട്ടുടുപ്പ് എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉടുപ്പാണ്. ഒത്തിരി ആർക്കും വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് മെഷീനിൽ തയ്ക്കാൻ അറിയാവുന്ന ആർക്കും വേണമെങ്കിലും ചെയ്യാം. വലിയ കട്ടിംഗ് ഒന്നും വരുന്നില്ല. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 പീസ് തുണിയാണ്. അത് 20 ഇഞ്ച് വീതി 20 ഇഞ്ച് നീളത്തിലുള്ള 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ യെല്ലോ കളറിലുള്ളതാണ് മെയിൻ ഫാബ്രിക്. അത് ഞാൻ നടുവേ മടക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഗ്രേ ആൻഡ് വൈറ്റ് ഫാബ്രിക് അത് സെയിം വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആണ്, 20 × 20. അത് ഞാൻ ഒരു 3 ഇഞ്ച് മടക്കി വെച്ചേക്കുവാണ്. മടക്കിയിട്ട് 3 ഇഞ്ച് ആദ്യം അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ പോവാണ്. പീസ് ഫാബ്രിക് കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മളതൊന്നുകൂടെ മടക്കിയിട്ട് 3 ഇഞ്ചിൽ ഒന്നുകൂടെ മടക്കിയിട്ട് അതിൻ്റെ മടക്കിയിടത്തൊന്നുമല്ല, അപ്പോൾ ടോട്ടൽ 6 ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം നമുക്ക് 6 × 20 എന്ന് പറയുന്ന 2 പീസ് തുണി നമ്മുടെ കയ്യിലുണ്ട്. അത് ഇതിൻ്റെ 2 അറ്റവും 1/2 ഇഞ്ച് അകത്തേക്ക് വീതം മടക്കി വെച്ചേക്കുവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് 1/2 ഇഞ്ച് തന്നെ കിട്ടും. നമുക്കൊരു പെർഫെക്ഷൻ കിട്ടും. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു പിൻ ചെയ്ത് സെക്യൂർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഗ്രേ ഫാബ്രിക്കിൻ്റെ യെല്ലോയോട് ചേർന്ന് വരുന്ന ആ എൻഡിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന 2 പീസ് യെല്ലോ ഫാബ്രിക്കും ആ ഗ്രേ ഫാബ്രിക്കും ഉണ്ടല്ലോ, ആ 2 രീതിയിൽ തന്നെ അതിൻ്റെ ആ എൻഡ് ഫിനിഷ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒരേപോലെ ചേർത്ത് വെച്ചിട്ട് നടുവേ മടക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊന്ന് ആം ഹോൾ പോലെ ഒരു കട്ട് കൊടുക്കാനുണ്ട്. ഇവിടെ ഞാൻ ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. മുകളിലോട്ടും താഴോട്ടും 2 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഒരു ട്രയാങ്കിൾ പോലെ നമുക്ക് കട്ട് ചെയ്യാം. അതുമാത്രമാണ് ഇതിൻ്റെ മെയിൻ കട്ടിങ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വീട്ടിലൊക്കെ പൊടി പിടിച്ചിരിക്കുന്ന മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തിട്ട് ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള പ്രൊജക്റ്റൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ. നമുക്കിഷ്ടമുള്ള കളറ്, നമുക്കിഷ്ടമുള്ള തുണിയ അതിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ നമ്മുടെ പിള്ളേർ. ഇതിപ്പോൾ ഒരു 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുഞ്ഞിന് പറ്റിയൊരു സൈസാണ്. ഇതിന് കുറച്ചും കൂടി ലെങ്ത് കൂട്ടിയിട്ടാണെങ്കിലും ചെയ്യാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണി കൊണ്ടിയാണെങ്കിൽ ചെയ്തെന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു പാൻറ്റും കൂടി ഇട്ടാൽ മതി. ഇച്ചിരിയുടെ ലെങ്ത് കൂട്ടിയാണെങ്കിൽ ലെങ്ത് കൂട്ടിയും ചെയ്യും. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് ആദ്യം അകത്തേക്ക് മടക്കിയിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ചും കൂടെ ഒരു കേസിങ് പോലെ അതിലൊരു ഇലാസ്റ്റിക് ഇടാനായിട്ടാണ്. ആദ്യം 1/4 ഇഞ്ച് മടക്കുക, എന്നിട്ട് പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കുക. അപ്പം നമുക്ക് അവിടെ ഒരു കേസ് പോലെ കിട്ടും. ഇനി ഒരു 7 ഇഞ്ച് നീളത്തിലും ഒരു 1/2 ഇഞ്ച് വീതിയിലുമുള്ള 2 പീസ് ഇലാസ്റ്റിക് എടുക്കും. എന്നിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ച് നമ്മൾ ആ കേസിങ്ങിലൂടെ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റി വെക്കുക. 2 സൈഡിലും എന്തെങ്കിലും ഒരു പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്ത് വരുമ്പോൾ തന്നെ അപ്പുറത്തെ സൈഡിലൂടെ അതെല്ലാം ഉള്ളിലേക്ക് കയറ്റില്ല. ഇനി നമുക്ക് 2 സൈഡും മെഷീനിൽ ഒന്നുകൊണ്ട് അടിച്ച് ആ ഇലാസ്റ്റിക് അവിടെ സെക്യൂർ ചെയ്യാം. ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസിലും ഇതുപോലെ തന്നെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഞൊറിവൊക്കെ ഒരുപോലെ വരാനായിട്ട് ഇലാസ്റ്റിക് പിടിച്ച് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഞൊറിവെല്ലാം ഒരുപോലെ 2 സൈഡിലോട്ടും കിട്ടും. ഇനി നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിരുന്ന 3 ഇഞ്ച് വീതിയിലുള്ള 2 പീസ് തുണി ഉണ്ടാക്കുന്നില്ല,
അത് ഞാൻ വീണ്ടും നടുവേ മുറിച്ച് 1.5 വീതമാക്കി. എന്നിട്ട് അതിന് നീളം ഒന്ന് കൂട്ടി യോജിപ്പിച്ചു. എൻ്റെ കയ്യിൽ ചെറിയായിട്ട് നീളമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ രണ്ടെണ്ണം കൂട്ടി യോജിപ്പിച്ച്. നിങ്ങളുടെ കയ്യിൽ നീളമുള്ള തുണി ഉണ്ടെങ്കിൽ 1.5 ഇഞ്ച് വീതിയിൽ ഒരു ഇപ്പം 20+20 40 ഇഞ്ചിലാണ് ഞാൻ എടുത്തേക്കുന്നത് എല്ലാവരും മൊത്തത്തിൽ. ഇനി നമ്മൾ ആം ഹോളിൻ്റെ അവിടെ സ്ട്രിപ്പ് ജോയിൻ ചെയ്യാൻ പോവാണേ. ഇതിൻ്റെ റോങ് സൈഡിൽ റൈറ്റ് സൈഡ് സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡ് യെല്ലോ ഫാബ്രിക്കിൻ്റെ റോങ് സൈഡിൽ വെച്ചേക്കുവാണ്. അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആ കോർണർ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ കോർണർ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ അറ്റം ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കി ഈ രീതിയിൽ നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഒരു പിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ തന്നെ നമുക്ക് തയ്ക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ 1/4 ഇഞ്ച് അകത്തേക്ക് മടക്കി വീണ്ടും വന്നിട്ട് 1/4 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്ന് അകത്തേക്ക് മടക്കി വീണ്ടും വന്നിട്ട് നടുവേ ഒന്നുകൂടെ മടക്കി. ആ രീതിയിൽ നമ്മൾ ഒരു വള്ളി പോലെ കെട്ടാനായിട്ടുള്ള വള്ളി പോലെ നമ്മളിത് ഫിനിഷ് ചെയ്യാനാണ്. ഇതിൻ്റെ അറ്റവും ഒരു 1/4 ഇഞ്ച് അകത്തേക്ക് മടക്കി വെക്കണേ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബയസ് ടേപ്പ് മേക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. ഞാൻ ബയസ് ടേപ്പ് മേക്കർ വെച്ച് ബയസ് ടേപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് നോക്കിയാൽ മതി. ഈ ഇത് കണ്ടോ 1.5 ഇഞ്ച് വീതിയിലുള്ള ആ ഫാബ്രിക് സ്ട്രിപ്പ് ആ ബയസ് ടേപ്പ് ആ റെഡ് ബയസ് ടേപ്പിൻ്റെ അകത്തോടെ കയറ്റി വിട്ടപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ഒരുപോലെ മടങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അതിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു മടക്ക് ഓപ്പൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നടുവേ മടക്കി വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ മതി. അത് വളരെ ഈസിയാണ്. ഈ ബയസ് സ്റ്റെപ്പ് മേക്കർ വെച്ചിട്ട് ഈ ചെറിയ സ്ട്രിപ്പുകൾ മടക്കി തയ്ച്ച് എടുക്കാനായിട്ട്. ഇപ്പം നോക്കിയാൽ 3 സ്റ്റിപ്പ് കൊണ്ട് നമുക്ക് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്ത് ഒരു പീസ് പിടിപ്പിച്ചു, ആം ഹോളിൻ്റെ അവിടുത്തെ വള്ളിയും പിടിപ്പിച്ചു, പിന്നെ ആ മുകളിൽ ഇലാസ്റ്റിക് ഇടാനായിട്ടുള്ള ഒരു കേസും ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് സൂയിങ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നവർക്ക് പറ്റിയൊരു സ്റ്റാർട്ടിങ് പ്രൊജക്റ്റാണിത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞുടുപ്പ് വളരെ ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന പോലെ ഞാൻ മറുപടി പറയാം. പിന്നെ എല്ലാവർക്കും ഹാപ്പി സൂയിങ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറന്നുപോലെ.